മക്കളെ, ഇന്ന് നമുക്ക് ഡയറി, പത്ര്, പടുക്കഥ എന്നിവയുടെ ഫോർമാറ്റ് നോക്കാം. അതിനോടൊപ്പം തന്നെ വിഭക്തി പ്രത്യയവും സർവനാമവും ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും പിന്നീട് നമ്മൾ ഒരു 2026-27 ഈ വർഷത്തെ ക്വസ്റ്റ്യനുമാണ് നോക്കാൻ പോകുന്നത്. ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറിയുടെ രൂപരേഖ ആദ്യം തന്നെ നോക്കാം. ഡയറി, പത്ര്, പടുക്കഥ മുതലായവ വരികയാണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഫോർമാറ്റിനാണ് നിങ്ങൾക്ക് 2 മാർക്ക് വരുന്നത്. ബാക്കി 2 മാർക്ക് നിങ്ങൾക്ക് എഴുതുന്നതിനും കൂടി അങ്ങനെ ടോട്ടൽ 4 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഫോർമാറ്റ് എഴുതാതിരുന്നാൽ നിങ്ങൾക്ക് ലെറ്ററിന് പരമാവധി മാർക്ക് കുറയും. ഫോർമാറ്റ് എഴുതിയാലാണ് നിങ്ങൾക്ക് പരമാവധി മാർക്ക് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. അതോടെ നോക്കാൻ ഡയറിയുടെ രൂപരേഖ എഴുതുമ്പോൾ ഡേറ്റ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം, ദിവസം എഴുതിയിരിക്കണം. ഡേറ്റ് ഇവിടെ തന്നിരിക്കുന്നത് 18/12/2020 ദിവസം രവിവാറാണ്. ആജ് കാ ദിൻ മേ കബി ഭൂൽ നഹീ സക്താ. ആജ് കാ ദിൻ മേ കബി ഭൂൽ നഹീ സക്താ എന്നാണ് ഇവിടെ എഴുതിയത്. ആജ് കാ ദിൻ മേ കബി നഹീ ഭൂലും, ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, ആജ് കാ ദിൻ മേ മുझे ഭൂൽ നഹീ സക്താ എന്നൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ആജ് കാ ദിൻ മേ കബി ഭൂൽ നഹീ സക്താ എന്നാണ് തന്നിരിക്കുന്നത്. ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഡയറി എഴുതുക. ഇനി അടുത്തത് നോക്കാം, പടുക്കഥയുടെ രൂപരേഖയാണ്. പടുക്കഥയുടെ രൂപരേഖയ്ക്ക് ദൃശ്യ, അതായത് സീൻ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. 1, 2, 3 ഏത് വേണമെങ്കിലും എഴുതാം. പിന്നെ സ്ഥാനം എഴുതണം, സമയം എഴുതണം, പാത്ര, അതുപോലെ തന്നെ ഉമ്ര, വേഷഭൂഷ. പാത്ര പറഞ്ഞാൽ കഥാപാത്രം, ഉമ്ര വയസ്സ്, വേഷഭൂഷ. പിന്നെ ദൃശ്യക്കാ വിവരൺ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് അടിസ്ഥാനമാക്കിയിട്ട്, ആ ചോദ്യം അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ ദൃശ്യവിവരണം നടത്തണം. പിന്നീട് സംവാദം എന്ന് പറഞ്ഞാൽ സംഭാഷണം. നിങ്ങളുടെ ആ ഒരു പടുക്കഥയിൽ പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം ഇങ്ങോട്ടേക്ക് തയ്യാറാക്കുക. ഇതാണ് ഈ ഒരു പടുക്കഥയുടെ രൂപരേഖയായിട്ട് വരുന്നത്. പടുക്കഥയുടെ രൂപരേഖയ്ക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് 2 ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പത്ര രൂപരേഖയാണ്, കത്തിൻ്റെ രൂപരേഖയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ഥാൻ താരിഖ് എഴുതിയിരിക്കണം, സ്ഥാൻ താരിഖ്. പിന്നീട് പ്രിയ മിത്ര, തും കൈസേ ഹോ, ടീക്ക് ഹേന, മേ യഹാ ഖുഷ് ഹൂം, ഘർ മേ സബ് സകുശൽ ഹേന. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. പത്രൻ്റെ രൂപരേഖ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള രൂപരേഖയാണ് തന്നത്. പിന്നീട് തുമാര മിത്ര, ഹസ്താക്ഷർ, നാം, ലാസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് സേവാമേം നാം പദ. നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കണം, ഇത് രണ്ടും. അതുപോലെ തന്നെ ഇതാ ഇവിടെ തന്നിരിക്കുന്ന സ്ഥാൻ താരിഖ്, പിന്നീട് പ്രിയമിത്ര, തും കൈസേഹോ തുടങ്ങുന്ന ഈ സെൻറ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്ററിൻ്റെ രൂപരേഖയാണ്. പോസ്റ്റർ രൂപരേഖ. പോസ്റ്ററിന് നമ്മൾ ശീർഷക വലിയ അക്ഷരത്തിൽ ശീർഷക എഴുതിയിരിക്കണം. 2 തരം പോസ്റ്റർ ഉണ്ട്. ഒന്ന് സന്ദേശ് തേനേവാലി പോസ്റ്ററും പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യക്രമം, അതായത് ഈ കാര്യക്രമം വെച്ചിട്ടുള്ള പോസ്റ്റർ ഉണ്ടായിരിക്കും. സ്കൂളിൽ വെച്ചിട്ട് പിന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2 തരത്തിലുള്ള വ്യത്യാസം. ഒന്ന് സന്ദേശ് തേനേവാലി ആയിരിക്കും. ആ സന്ദേശ് തേനേവാലിക്ക് നിങ്ങൾ ഡേറ്റും സമയവും ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. സന്ദേശവാക്യം എഴുതുക, പിക്ചർ വരയ്ക്കുക, അത്രയാണ് സന്ദേശ് തേനേവാലി പോസ്റ്റർ നിങ്ങൾ ചെയ്യേണ്ടത്. സന്ദേശ് തേനേവാലി പോസ്റ്റർ അല്ലാത്തതിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സ്ഥാൻ, താരിഖ്, സമയ് ഒക്കെ എഴുതേണ്ടത്. പിന്നെ സബ്കാ സ്വാഗതം എഴുതേണ്ടത് കേട്ടോ. സക്ക എന്നാണ് ഇവിടെ തന്നത്, സബ്ക എന്നാണ് കേട്ടോ. സബ്ക, അവിടെ എൻ്റെ ഇടയ്ക്ക് ഒരു ബാ ഉണ്ട്. സബ്കാ സ്വാഗത്, സബ്കാ സ്വാഗത് താഴെ നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പം അത്രയാണ് നമ്മുടെ ഫോർമാറ്റ് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടായിരത്തി 26-27 ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. പകല 15 മിനിറ്റ്, അത് പിന്നെ ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗിഡ്കി ലഘുകഥ കാ ഏഹ് ആവശ്യപ്പെടെ. ഗിഡ്കി എന്ന ലഘുകഥയുടെ പാരഗ്രാഫ് താഴെ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം വരുന്നത്,
യുവതി ക്യാ ബേച്ചനെ ആത്തി ഹെ എന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന ലൈനുകൾ ആദ്യം വായിച്ചു നോക്കാം. കിത്തനെ കി ഹെ, 250 की, इतनी महंगी, ज्यादा पीस लोगी तो कम कर दूंगी, मुझे दुकान खोलनी है क्या, ले लो ना बहनों और भाभियों के लिए. യുവതി ക്യാ ബേജിനെ ആത്തി ഹെ, യുവതി എന്ത് വിൽക്കാനാണ് വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുവതി എന്ത് വിൽപ്പന നടത്താനാണ് വന്നിരിക്കുന്നത്? ഷാൾ ബേജിനെ കേലിയെ അല്ലേ, ഷാൾ വിൽപ്പന നടത്താനാണ് യുവതി വന്നിരിക്കുന്നത്. ഷാൾ. അടുത്തത് മുझे दुकान खोलनी है क्या, പത്നി ഐസ ക്യോ പൂച്ച്തി ഹെ, എനിക്ക് കട തുറക്കാനാണോ എന്ന് ഭാര്യ ചോദിച്ചത് എന്തുകൊണ്ടാണ്? എന്താണ് പറഞ്ഞത്? സ്യാദാ പീസ് ലോഗീത്തോ കം കർദൂഗി എന്നാ പറഞ്ഞത് അല്ലേ, കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ വില കുറച്ച് തരാം. ഇസി സമയ പത്നീനെ പൂച്ചാക്കി മുझे दुकान खोलनी है क्या. ഈ അംശിക്ക് ആധാർ പർ പത്നി പത്രിക, ഈ തന്നിരിക്കുന്ന ഭാഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇത് ഈ കഥാപാത്രമായ പത്നി കഥാപാത്രത്തിൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറിയുടെ ഫോർമാറ്റ് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആ ഫോർമാറ്റ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കിയിട്ട് ഡയറി എഴുതുക. ഇനി और क्वेश्चन ആണ്, തിരുവനന്തപുരം से कन्नौर तक जाने वाली नेत्रावती एक्सप्रेस കൊല്ലം സ്റ്റേഷൻ पर पहुंच रही है, इसके आगमन की सूचना देते हुए ഉദ്ഘോഷണ തയ്യാർ കരേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഗിടുക്കി എന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ ഒരു ഉദ്ഘോഷണം ഉണ്ട്, അതൊന്ന് ശരിക്കും വായിച്ചു നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉദ്ഘോഷണം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിമ്നലിഖിത ഹായ്ക്കു പഠിക്കർ, തന്നിരിക്കുന്ന ഹായ്ക്കു വായിച്ചിട്ട് 4-5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. സുക്കായ ബാട്ട് സാഹബ് കെ ആംഗൺ സദാ ഫുഹാർ, അതിൽ നമ്മൾ പഠിച്ചതാണിത് അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് സുക്കായ ബാട്ട് സാഹബ് കെ ആംഗൺ സദാ ഫുഹാർ എന്നാണ് വന്നിരിക്കുന്നത്. പ്രളയക്ക സമാനാർത്ഥി ശബ്ദ ഹെ, പ്രളയത്തിൻ്റെ സമാനാർത്ഥ ശബ്ദം എന്താണ്? ബാട്ട്. ബാട്ട് പറഞ്ഞാൽ എന്താണ്? പ്രളയം. സൂക്ക പറഞ്ഞാൽ ഉണങ്ങിയ, ആംഗൺ പറഞ്ഞാൽ മുറ്റം, ഫുഹാർ വെള്ളത്തുള്ളിയാണ്, ബാട്ട് പറഞ്ഞാൽ എന്താണ്? വെള്ളപ്പൊക്കം, അതായത് പ്രളയം. ഇനി ഈ സായ്ക്കൂക്ക് ആശയിലിക്കുകയും, ഈ മുകളിൽ തന്നിരിക്കുന്ന ആയിക്കൊണ്ടല്ലോ സൂക്കായ ബാട്ട് സാഹബ് കെ ആംഗൺ സദാ ഫുഹാറിൻ്റെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റെയിൻ ബസേരെ മേ യാത്രാവൃത്താണ്. रेन बसेरे में യാത്രാവൃത്ത് का നിമ്നലിഖിത അംശ പഠിക്കർ. ഈ റെയിൻ ബസേരെ എന്ന യാത്രാവൃത്തിൻ്റെ തന്നിരിക്കുന്ന ഭാഗം വായിച്ചതിന് ശേഷം 6, 7, 8 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. हर घड़ी चिंता बनी रही कि कहीं कोई उंगली चटका न दे, इसके बाद उसने मेरी मुट्ठी गोली, उसमें कुछ रगा, मुट्ठी बंद की और चला गया. उसके जाते ही छोटू ने दरवाज़ा अंदर से बंद करके उस पर ताला लगा दिया. हमने राहत की सांस ली. पागल आदमी ने लेखक की മുട്ടി മേ ക്യാ രഖ് ദിയ എന്നാണ് ചോദിച്ചത്. എന്താണ്? സിക്ക അല്ലേ, നാണയമാണ് വെച്ചു കൊടുത്തത് അല്ലേ. പഹ്ചാൻ കർ ലിഖേക്ക് കോൻസാ ക്രമ സഹി ഹെ, ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് നമുക്കത് നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. मान ले इस घटना का वर्णन करते हुए लेखक ने अपने मित्र के नाम पत्र लिखा, ये പത്ര തയ്യാർ കരയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന മുകളിൽ തന്നിരിക്കുന്ന ഘടനയുണ്ടല്ലോ റെയിൻ ബസേരെ എന്നുള്ള, ആ ഒരു ഘടനയെ ആസ്പദമാക്കിയിട്ട് എന്താ പറഞ്ഞത്? ലേഖകൻ ഫ്രണ്ടിന് കത്തെഴുതുന്നു. അത് നമ്മൾ പഠിച്ച കത്താണ് അല്ലേ. അപ്പോൾ ലേഖകൻ ഫ്രണ്ടിന് കത്തെഴുതുന്നതാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. കത്തിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കത്തിൻ്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ട് എഴുതണം. ഫോർമാറ്റിനാണ് 2 മാർക്ക് വരുന്നത് കേട്ടോ. मेरी दुनिया के तमाम बच्चे കവിത का यह अंश पढ़े. मेरी दुनिया के तमाम बच्चे എന്ന കവിതയുടെ ഭാഗം വായിച്ചിട്ട് 9, 10, 11 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. वो तुम्हारी टैंगों में बालों भर देंगे एक दिन, और तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे. वो सड़कों पर गड्ढे खोदेंगे और पानी भर देंगे, और पानियों में चपाचप लौटेंगे. वो प्यार करेंगे एक दिन उन सब से जिनके तुमने उन्हें नफरत करना सिखाया है.
കോൻസാ പ്രസ്താവ് സഹിയേ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ബच्चे टैंकों में पानी भर देंगे, बच्चे बंदूकों में पानी में दबा देंगे, बच्चे सड़कों पर गड्ढे खोदेंगे, बच्चे गड्ढों में बालू भर देंगे. എന്താ പറഞ്ഞത്? बच्चे टैंकों में पानी भर देंगे അല്ലല്ലോ. बच्चे टैंकों में बालू भर देंगे, बच्चे बंदूकों पानी दबा देंगे, ബच्चे सड़कों पर गड्ढे खोदेंगे അല്ലേ? അതാണ് ശരി. ബാക്കിയൊക്കെ തെറ്റായിട്ടാണ് വന്നത്. बच्चे सड़कों पर गड्ढे खोदेंगे. वो तुम्हारी टैंकों में बालू भर देंगे എന്നാണ് പറഞ്ഞത്. ടാങ്കോ മേ ബാലു ആണ്, പക്ഷെ ഇവിടെ ടാങ്കോ മേ പാനി എന്നൊക്കെയാണ് എഴുതി വെച്ചത്, അപ്പോൾ തെറ്റാണ്. बच्चे बंदूकों को पानी में दबा देंगे എന്ന്. बंदूकों को पानी में എന്നല്ല ഇവിടെ പറയുന്നത്. ബാലു ഭർ ദേങ്കെ തുമ്മാരി ബന്ദൂഖോं को മിട്ടി മേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതും തെറ്റാണ് അല്ലേ? അതും തെറ്റാണ്. ബച്ചേ ഗഡ്ഢോ മേ ബാലു ഭർ ദേങ്കെ അതും തെറ്റാണ്. ശരിയായിട്ട് വരുന്നത് ഏതാണ്? ബച്ചേ സടക്കോ പർ ഗഡ്ഢെ ഗോദേങ്കെ. നമുക്ക് ഈ വരികളിലേക്ക് നോക്കാം. ബച്ചേ സടക്കോ പർ ഗഡ്ഢെ ഗോദേങ്കെ, ബച്ചേ സടക്കോ പർ ഗഡ്ഢെ ഗോദേങ്കെ അല്ലേ? അതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയുടെ ആശയം ശരിക്കും പഠിക്കുക. ഇനി തന്നിരിക്കുന്നത് ഇതർ കോളനി കെ സടക്കോं को होली के नाम से, ഇത് വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിൽ നിന്നാണ്. വൈറ്റ് ക്യാപ്പ് എന്ന കഹാനി നിങ്ങൾക്ക് എക്സാമിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളുടെ സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. इधर कॉलोनी के लड़कों ने होली के नाम से मोहल्ले में चंदा किया, कुछ अपना भी जोड़ा और शहर जाकर जमा चंदे के नई क्रिकेट सामग्री के साथ एक शील्ड भी खरीद ली. 4 दिनों तक चलने वाले उनके इस टेस्ट मैच में जीतने वाली एक टीम का उस शील्ड पर कब्जा देना तय था. लड़कों ने नई क्रिकेट सामग्री कहाँ से खरीदी? ക്രിക്കറ്റ് സാമഗ്രി സാത്തിലേക്ക് ഷീൽഡ് പേ കരുതി. എവിടെ നിന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞത്? ഷഹർ ജാക്കർ അല്ലേ? എന്താണ്? ഷഹർസെ. എവിടെ നിന്നാണ് വാങ്ങിയത്? പട്ടണത്തിൽ നിന്ന്. ലഡുക്കോമിനെ ഷീൽഡ് ക്യോം കരുതി? ആ കുട്ടികൾ ഷീൽഡ് വാങ്ങിയത് എന്തിനാണ്? ആ കളിയിൽ ജയിക്കുന്നവർക്ക് കൊടുക്കാനല്ലേ? അപ്പോൾ അതൊക്കെ ഒരു ഷീൽഡ് पर कब्जा देना तय, जीतने वाली एक टीम का उस शील्ड पर कब्जा होना तय था. മാനില്ലേ ഇതിങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അജിത്തിനെ വലിയ ടീമുക്കോ ദേനേക്കേലിയെ എഴുതിയാൽ മതി, ജയിക്കുന്ന ടീമിന് നൽകാൻ വേണ്ടിയിട്ട്. മാനില്ലേ സ്റ്റേജ് ടെസ്റ്റ് मैच की सूचना देते हुए लड़के ने पोस्टर चिपका, അത് പോസ്റ്റർ തയ്യാറാക്കണേ. പോസ്റ്റർ അച്ചടിച്ചു, ആ പോസ്റ്റർ എഴുതാനാണ് പറഞ്ഞത്. ടെസ്റ്റ് മാച്ചിൻ്റെ സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് കേട്ടോ നൽകാൻ പറഞ്ഞത് നിങ്ങളോട്. അടുത്തത് റെയിൻബസേരെ യാത്രാവൃത്തിൻ്റെ തന്നിരിക്കുന്ന ഭാഗം വായിക്കണം. मेरे शहर में मेरा भी कई बार सम्मान हो चुका है, लेकिन उस रात को भय और आतंक के साथ ही मुझे सम्मान मिला, वह अपूर्व था. कष्टों से शब्दों की सहायता से വാക്യ വിസ്താർ കരയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാക്യ വിസ്താർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. सम्मान किया जाता है. അടുത്ത എന്താ വരിക? ശിക്ഷകോക്ക സമ്മാൻ കിയാ ജാത്താ ഹെ, അധ്യാപകരെ ആദരിക്കുന്നു. शिक्षक दिवस के अवसर पर शिक्षकों का सम्मान किया जाता है. രണ്ടാമത് നമുക്കത് എടുക്കാം. शिक्षक दिवस के अवसर पर शिक्षकों का सम्मान किया जाता है. इन्हें അടുത്തത് शिक्षक दिवस के अवसर पर पूरे देश में शिक्षकों का सम्मान किया जाता है. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞത് വിഭക്തി പ്രത്യയവും സർവനാമവും ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. ഇവിടെ തന്നിരിക്കുന്നത് മേര എന്നാണ്. മേര എന്ന് പറഞ്ഞാൽ മേ പ്ലസ് ക ആണ് മേര അല്ലേ? മേ പ്ലസ് കോ പറഞ്ഞാൽ മുജേ എന്നാണ്. മുജേ അല്ലെങ്കിൽ മുജുക്കോ. ഇവിടെ കണ്ടോ മേ പ്ലസ് കോ തന്നിട്ടുണ്ട്. മേ പ്ലസ് കോ പറഞ്ഞാൽ മുജേ അല്ലെങ്കിൽ മുജുക്കോ ആണ്. മേ പ്ലസ് സേ പറഞ്ഞാൽ മുജിസേ, മേ പ്ലസ് കി മേരി എന്നാണ്. മേ പ്ലസ് കി പറഞ്ഞാൽ മേരി എന്നാണ്. മേ പ്ലസ് ക മേര. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വഹ് വന്നിട്ട് ചോദിക്കൂ അല്ലേ? വഹ് പ്ലസ് ക. വഹ് എന്ന് വരുമ്പോൾ എപ്പോഴും ഉസ് എന്നാണ് അതിൻ്റെ
എന്താ പറയുക, വഹ് പ്ലസ് ക എന്ന് വരികയാണെങ്കിൽ അതിൻ്റെ മാറ്റം വരുന്നത് എങ്ങനെയാണ്? ഉസ് ആയിട്ടാണ് മാറുന്നത്. വഹ് എപ്പോഴും എന്തായിട്ടാണ് മാറുന്നത്? ഉസ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത് വഹ് ഉസ് ആണ്, അതിലൊരു മാറ്റവുമില്ല എന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക. വഹ് ഉസ്. അപ്പോൾ ആ വഹിൻ്റെ കൂടെ കാ ചേർന്നാൽ ഉസിൻ്റെ കൂടെയാണ് കാ ചേർത്ത് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? വഹ് പ്ലസ് ക ഉസ് ക, വഹ് പ്ലസ് കെ ഉസ് കെ. മനസ്സിലായില്ലേ? വഹ് പ്ലസ് ക എന്ന് പറഞ്ഞാൽ വഹ് ഉസ് ആണ് എന്ന് നിങ്ങളോട് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തെറ്റുകയേ ഇല്ല. വഹ് ഉസ് ആണ്. അപ്പോൾ വഹ് പ്ലസ് ക പറഞ്ഞാൽ ഉസ് ക. വഹ് പ്ലസ് കെ ആണെങ്കിലോ ഉസ് കെ. വഹ് പ്ലസ് കി ഉസ് കി. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ യഹ് എന്ന് പറയുന്നത് ഇസ് ആണ്. യഹ് എന്ന് പറയുന്നത് എന്താണ്? ഇസ്. യഹ് പറഞ്ഞാൽ ഇസ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ കാ ചേർക്കുമ്പോൾ ഇസ് കാ, കെ ചേർത്താൽ ഇസ് കെ, കി ചേർക്കുമ്പോൾ ഇസ് കി, അങ്ങനെയാണ് വരിക. അപ്പം യഹ് എപ്പോഴും എന്തായിട്ടാണ് മാറുന്നത്? ഇസ് ആയിട്ടാണ് കേട്ടോ. ഇക്ക് എന്നാണ് എഴുതിച്ചത്. സായാണ് ഇസ്. ഇവിടെ സായാണ് കേട്ടോ. ഇസ് ആയിട്ടാണ് എപ്പോഴും എന്ത് മാറുന്നത്? യഹ് മാറുന്നത്. അപ്പോൾ യഹ് പ്ലസ് ക പറയുമ്പോൾ ഇസ് ക, ഇസ് കെ, ഇസ് കി. ഇനി വേ ആണ് നമുക്ക് നോക്കാനുള്ളത്. വേ വരുമ്പോൾ എപ്പോഴും വരുന്നത് ഉന്നാണ്. ഉൻ എന്നതിലാണ് വേ ഉള്ളത്. മനസ്സിലായോ? ഉൻ, ഉൻ. അപ്പോൾ വേൻ്റെ കൂടെ കാ ചേർന്നാൽ ഉനുക്ക, ഉനുക്കി, ഉനുക്കി, അങ്ങനെയാണ്. വളരെ സിമ്പിളാണിത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒരു മാർക്കാണ് നിങ്ങൾക്ക് ഇതിനുള്ളത്. അപ്പോൾ വേ പ്ലസ് ക പറഞ്ഞാൽ ഉനുക്ക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എയും കൂടെ ഒന്ന് നോക്കാം. എ പ്ലസ് ക പറഞ്ഞാൽ ഇനുക്ക എന്നാണ്. അപ്പോൾ എ എന്നത് ഇന്നായിട്ടാണ് മാറുന്നത്. എ എന്തായിട്ടാണ് മാറുന്നത്? ഇൻ ആയിട്ട് മാറുന്നു. വേ ഉൻ ആയിട്ട് മാറുന്നു. വഹ് ഉസ്, യഹ് ഇസ്. അത്രയേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കി വെച്ചാൽ ബാക്കി നിങ്ങൾ കാ കേക്കി അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. എ പ്ലസ് ക, ഇൻക, ഇനിക്ക്, ഇനിക്കി, അങ്ങനെ. വേ ആണെങ്കിൽ ഉനുക്ക, ഉനുക്കി, ഉനുക്കി, അങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ വഹ ആണെങ്കിൽ ഉസ്ക, ഉസ്കെ, ഉസ്കി, ഉസ്മെ, ഉസ്പർ, അങ്ങനെ പോകും. അതുപോലെ തന്നെ യഹ ആണെങ്കിലും അതുപോലെ തന്നെ ഇസ്ക, ഇസ്കെ, ഇസ്കി, ഇസ്മെ, ഇസ്പർ, ഇസ്സെ, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. वर्ष ऋतु प्रकृति का अनमोल वरदान है, इसे बरसात का मौसम भी कहा जाता है. ഭാരത में വർഷ ഋതു. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ പുറത്തുനിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. 5 മാർക്കാണ് അതിനുണ്ടായിരിക്കുക. 5 അല്ലെങ്കിൽ 4 മാർക്കിൽ ഒരു പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു പാരഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. भारत में वर्ष ऋतु जून के महीने में शुरू हो जाती है और सितंबर तक रहती है. वर्ष ऋतु के आने पर लोगों को गर्मी की राहत मिलती है. किसान भी खुश हो जाते हैं. उनकी गेत भी शुरू हो जाती है. വർഷ ഋതു കബ് ശുരു ഹോ ജാത്തി ഹെ എന്നാണ് ഫസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത്. വർഷ ഋതു ജൂൺ കെ മഹീനെ മേ ഉണ്ടോ? ജൂൺ മേ എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വർഷ ഋതു ജൂൺ കെ മഹീനെ മേ ശുരു ഹോ ജാത്തി ഹെ. അടുത്തത് ഗണ്ട് കെ ആധാർ പർ നിമ്നലിഖിത് താലിക കെ പൂർത്തി കർക്കെ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർഷ ഋതു जून के महीने में शुरू हो जाती है. वर्षा ऋतु जून के महीने में शुरू हो जाती है. अर्थात लोगों को गर्मी से राहत मिलती है. लोगों को गर्मी से राहत मिलती है. अर्थात किसान खुश हो जाते हैं. അത്രയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.